CBI അന്വേഷണത്തിൽ നിന്നും കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ രക്ഷിക്കാൻ മമതാ ബാനർജി നടത്തിയ നീക്കത്തിന് തിരിച്ചടി. കേസിൽ രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. നിഷ്പക്ഷ സ്ഥലമെന്ന നിലയിൽ ഷില്ലോങ്ങിലാകും ചോദ്യം ചെയ്യൽ. അതേസമയം കോടതിയലക്ഷ്യ ഹർജികളിൽ ബംഗാൾ ചീഫ് സെക്രട്ടറി, DGP രാജീവ് കുമാർ എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. CBI അന്വേഷണത്തിൽ നിന്നും കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ രക്ഷിക്കാൻ മമതാ ബാനർജി നടത്തിയ നീക്കമാണ് തിരിച്ചടിയിൽ അവസാനിച്ചത്. രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ചോദ്യം ചെയ്യൽ ഷില്ലോങ്ങിൽ വേണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പേരിൽ അറസ്റ്റോ ബലപ്രയോഗമോ പാടില്ലെന്നും കോടതി പറഞ്ഞു. ബംഗാളിൽ ക്രമസമാധാനം തകർന്നു. കേന്ദ്ര പോലീസിനെ സംസ്ഥാന പോലീസ് ആക്രമിച്ചു. രാജീവ് കുമാർ പ്രധാന തെളിവുകൾ പ്രതികൾക്ക് തിരിച്ചു നൽകി. പിടിച്ചെടുത്ത ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല. കോൾ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്തുവെന്നും CBIക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ വാദിച്ചു. കേസിൽ രാജീവ് കുമാർ പ്രതിയല്ല, അന്വേഷണം നടത്തുക മാത്രമാണ് ചെയ്തത്. ഇതിന്റെ പേരിൽ നിരവധി നോട്ടീസുകൾ അയച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നു. കേസിൽ CBIക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നിരിക്കെയാണ് CBI നാടകീയ നീക്കങ്ങൾ നടത്തിയത് എന്ന് ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വിയും വാദിച്ചു. അതേസമയം കോടതിയലക്ഷ്യ ഹർജിയിൽ ബംഗാൾ ചീഫ് സെക്രട്ടറി, DGP രാജീവ് കുമാർ എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 18-നകം മറുപടി നൽകണം. മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ധാർമ്മിക വിജയം തങ്ങൾക്കാണെന്നായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം. I think it's a moral victory. Why it's a victory? We said we have a great respect for the judiciary and the media and all the institution. Number one, this order was passed earlier also, that they can talk mutually in a mutual place. They can cooperate each other. Same today also the same thing, same verdict. We are grateful to that. Number two, yes, Rajiv Kumar never said that I will not be available. He said, he has given 5 letters. He said, we want to meet a mutual place. If you want to ask any clarification, you can come, we can sit there. But what they have started doing, they wanted to arrest him. They went to his house with secret operation, Sunday, without any notice. That court said no coercion effect, no arrest. We are so grateful. We are so obliged because it will strengthen the moral of the officials. ജുഡീഷ്യറിയെയും മറ്റ് സ്ഥാപനങ്ങളെയും ബഹുമാനിക്കുന്നതായും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്രവും പശ്ചിമ ബംഗാളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അപൂർവവും നാണക്കേടുമാകുന്ന ഭരണഘടനാ പ്രതിസന്ധിയാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുമുട്ടുന്നതിനപ്പുറം കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ പരസ്പരം കേസെടുക്കുന്നതും അപൂർവ സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയുടെ നേതൃത്വമാണ് മമതയുടെ ലക്ഷ്യം. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പോലും മമതയ്ക്ക് പിന്നിൽ അണിനിരക്കേണ്ട അവസ്ഥയിലായി. മോദി മമത നാടകമെന്ന നിലപാടിലാണ് ഇടതുപക്ഷം. 2013-ൽ മമതയ്ക്ക് നേരെ അഴിമതിയുടെ വിരൽ ചൂണ്ടിയ കേസാണ് ശാരദ റോസ് വാലി ചിട്ടിത്തട്ടിപ്പുകൾ. 2014-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, BJP, ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ നിര ബംഗാൾ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്കെതിരെ ചിട്ടിത്തട്ടിപ്പ് പ്രചാരണ വിഷയമാക്കി. എന്നാൽ 5 വർഷം വരെ കേസ് മൂടിവെച്ച BJP 2019-ലെ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ നടപടികൾ ആരംഭിച്ചത് മമത ഇപ്പോൾ രാഷ്ട്രീയ നേട്ടമാക്കുകയും ചെയ്തിരിക്കുന്നു. മമതയ്ക്കെതിരെ ചിട്ടിത്തട്ടിപ്പ് കേസ് ഉയർത്തിയ കോൺഗ്രസ് പോലും അവരെ പിന്തുണയ്ക്കുന്നു. 2019-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചിട്ടിത്തട്ടിപ്പ് ഉന്നയിക്കാൻ പോലും ആകില്ല. CBIക്കെതിരെ മമതയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് രാഹുലിന്റെ ഉറപ്പ്. BSP, RJD, JDU തുടങ്ങി ബംഗാളിൽ 1-2 സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടികൾ പോലും മമതയുടെ നിഴലിലായി. അഴിമതി ആരോപണത്തെ വഴിമാറ്റിയ മമത പ്രതിപക്ഷ നിരയുടെ നേതൃസ്ഥാനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന മുന്നണിക്ക് മുന്നിൽ സ്വയം പ്രതിഷ്ഠിക്കുന്ന മമത ഭീഷണിയാണെന്ന് കോൺഗ്രസ് വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മമതയുടെ സത്യാഗ്രഹ പന്തലിൽ നിന്നും മാറി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട പ്രതിപക്ഷം ബംഗാൾ വിഷയം മനഃപൂർവ്വം മാറ്റി നിർത്തി. നിലവിൽ മമതയെ അംഗീകരിക്കാനോ തള്ളാനോ കഴിയാത്ത അവസ്ഥയിലായി പ്രതിപക്ഷ നിര. അതേസമയം ബംഗാളിലെ നിത്യശത്രുവായ മമതാ ബാനർജിയുടെ നീക്കം സൂക്ഷ്മതയോടെയാണ് ഇടതുപക്ഷം നോക്കിക്കാണുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തെ മോദിയുടെ നീക്കവും മമത നടത്തുന്ന രാഷ്ട്രീയ നീക്കവും ഇരുവരും തമ്മിലുള്ള നാടകമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടുന്നു. I think both BJP and the Trinamool Congress have been put in their place.
Since it's a multi-state investigation, the CBI was asked in 2014, and it's taken 5 long years for the Modi government to proceed on this. It's itself a testimony to the fact that both of them have been sharing the spoils of this loot. കേന്ദ്രവും പശ്ചിമബംഗാളും ഏറ്റുമുട്ടുമ്പോൾ ആത്യന്തികമായി തകരുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അന്വേഷണവും പരിശോധനയും നിയമത്തിന്റെ വഴിക്ക് വിടാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്ക് പോലും കഴിയുന്നില്ല. ഒരുമിക്കാൻ ഒരു വിഷയം തേടിയ പ്രതിപക്ഷത്തിന് മമത പിടിവള്ളിയായെങ്കിലും തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അഴിമതിക്കെതിരായ പോരാട്ടം മമതയെ ഒപ്പം കൂട്ടി കഴിയില്ല. അതേസമയം BJP ആകട്ടെ CBI ഉപയോഗിച്ച് പ്രതിപക്ഷ നിരയെ വേട്ടയാടുന്നത് തുടരുന്നു. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. CBIക്ക് മുൻപിൽ കൊൽക്കത്ത കമ്മീഷണർ ഹാജരാകണമെന്ന സുപ്രീം കോടതി വിധി അന്വേഷണത്തിന്റെ ഭാഗമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണം. മമതയും BJPയും ചേർന്ന് രാഷ്ട്രീയ ഫുട്ബോളാണ് കളിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് കണ്ണൂരിൽ പറഞ്ഞു. We want the investigation to proceed. This is not to be a full political football between Modi and Mamta. Modi government also has not been seriously pursuing this investigation because some of the Trinamool leaders joined the BJP. Mukul Roy is one of those who was targeted by the CBI investigation. After he joined the BJP, they have stopped investigating him. Hemanta Biswa Sarma, Assam, he was also being investigated. He has become BJP leader now. So they are not pursuing the investigation. So we want the investigation to go on smoothly. But CBI should also act in a manner. It can't act in authoritarian fashion. It cannot bypass the state government. Modi government should not use this as a political weapon. പ്രളയ സമയത്ത് വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിമാന വാടക അടക്കമുള്ള തുകയുടെ ബില്ല് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകി. 102.6 കോടി രൂപ വരുന്ന ബില്ലാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത്. നാവികസേനയുടെ ബില്ലും തയ്യാറാകുന്നതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ഓഗസ്റ്റിൽ കേരളത്തെ തകർത്ത പ്രളയത്തിൽ സഹായിച്ചതിന് കണക്കു പറയുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വ്യോമസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിന് 102.6 കോടി രൂപ വേണമെന്ന് കേന്ദ്രം. ഇതിന്റെ ബിൽ വ്യോമസേന കേരളത്തിന് നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സുഭാഷ് ബംബ്ര രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. വിശദമായ വിവരങ്ങളും ബില്ലിലുണ്ട്. പ്രളയ സമയത്ത് 517 തവണ വ്യോമസേന വിമാനങ്ങൾ ഉയർന്നു പൊങ്ങി. 3787 പേരെ രക്ഷിച്ചു. 1350 ടൺ വിതരണം ചെയ്തു. ഹെലികോപ്റ്ററിന്റെ കണക്കുമുണ്ട്. 634 തവണയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. 584 പേരെ രക്ഷിക്കുകയും 247 ടൺ സാധനങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുകയും ചെയ്തു. ജീവൻ രക്ഷിച്ച അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിനാണ് ബിൽ. ആർമിയും നാവികസേനയും സമാനമായ ബില്ലുകൾ തയ്യാറാക്കുന്നതായും ആഭ്യന്തര സഹമന്ത്രി വ്യക്തമാക്കി. നേരത്തെ പ്രളയ സമയത്ത് നൽകിയ അരിക്കും മണ്ണെണ്ണയ്ക്കും കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം കണക്ക് പറഞ്ഞു ബിൽ നൽകിയിരുന്നു. വിദേശ സഹായം കേരളത്തിന് ലഭിക്കുന്നത് കേന്ദ്രം തടഞ്ഞതും ഏറെ വിവാദമായിരുന്നു. പ്രളയ ദുരിതാശ്വാസത്തിനായി സ്വന്തം നിലയ്ക്ക് വിഭവസമാഹരണം നടത്തുന്ന കേരളത്തിന് വൻ ബാധ്യതയുണ്ടാക്കുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ബില്ലുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. മമതാ മോദി തർക്കം രൂക്ഷമാകുന്നു. റോസ്വാലി ചിട്ടി തട്ടിപ്പ് കേസിൽ BJP നേതാവും ആസാം മന്ത്രിയുമായ ഹിമാന്ത് ബിസ്വാസിന്റെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ മമതാ ബാനർജി പുറത്തുവിട്ടു. പിന്നാലെ മമതാ ബാനർജിയുടെ വിശ്വസ്തനായ കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അച്ചടക്ക നടപടി ആരംഭിച്ചു. 3-ാം ദിവസത്തിലേക്ക് കടന്ന മമതാ ബാനർജിയുടെ സത്യാഗ്രഹ പന്തലിലേക്ക് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പിന്തുണയുമായി എത്തി. RJD നേതാവും ലാലു പ്രസാദ് യാദവിന്റെ പുത്രനുമായ തേജസ്വി യാദവ് 2-ാം തവണയും സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ചു. BJPയെ വെട്ടിലാക്കി റോസ്വാലി ചിട്ടിത്തട്ടിപ്പ് കേസിൽ BJP നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ മമതാ ബാനർജി പുറത്തുവിട്ടു. ആസാം മന്ത്രിയും മുതിർന്ന നേതാവുമായ ഹിമാന്ത് ബിശ്വാസിന്റെ പേര് തട്ടിപ്പ് കേസിലെ പ്രതികൾ വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തു വന്നത്. ആസാമിലെയും പശ്ചിമ ബംഗാളിലെയും മറ്റു ചില BJP നേതാക്കളുടെ ബന്ധവും റോസ്വാലി ചിട്ടി തട്ടിപ്പിലുണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ മമതയ്ക്കെതിരെ വലിയ വിമർശനവുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പശ്ചിമ ബംഗാളിലെ പുരലിയിൽ BJP സമ്മേളനത്തിൽ പങ്കെടുത്തു. അഴിമതിക്കാരെ മമത സംരക്ഷിക്കുകയാണെന്ന് യോഗി വിമർശിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ സത്യാഗ്രഹ പന്തലിൽ രാഷ്ട്രീയ നേതാക്കളോടൊപ്പം വേദി പങ്കിട്ടത് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. CBI ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും കേന്ദ്രം കരുതുന്നുണ്ട്. 1989 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്
UP സ്വദേശിയായ രാജീവ് കുമാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പശ്ചിമബംഗാൾ വിഷയം വലിയ ഒച്ചപ്പാടുയർത്തി. ലോക്സഭ ശൂന്യവേള മാത്രം ചേർന്ന് പിരിഞ്ഞു. രാജ്യസഭ ഒരു തവണ നിർത്തിവെച്ചെങ്കിലും പ്രതിപക്ഷ എതിർപ്പ് കാരണം ഇന്നത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടിയേരിക്കെതിരായ NSSന്റെ പരാമർശത്തിന് വൈക്കം വിഷന്റെ മറുപടി. എന്നും പുരോഗമനപരമായ നിലപാടാണ് NSS സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ശബരിമല വിഷയത്തിൽ NSSന്റെ വിരുദ്ധ നിലപാട് എന്തുകൊണ്ടെന്നറിയില്ല. NSS അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിനവർക്ക് അവകാശമുണ്ട്. എന്നാൽ സർക്കാർ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുകയാണ് ചെയ്യുന്നതെന്നും വൈക്കം വിഷൻ കോട്ടയത്ത് പറഞ്ഞു. മനുഷ്യനനുകൂലമായി, ജനങ്ങൾക്കനുകൂലമായി, പുരോഗമനാത്മകമായി ചിന്തിക്കണം. NSS അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് അറിയില്ല. NSS എന്തോ അങ്ങനെ ഒരു സമീപനം എടുത്തു, വളരെ ശക്തിയായിട്ട് അതിൻ്റെ അഭിപ്രായം അവർ പറയുന്നുണ്ട്. അതേസമയത്ത് ശരിയായ ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകണം. NSS പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പോകാൻ കഴിയും. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ 1.5 വർഷത്തോളം പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് MO ജോർജ് പോലീസിൽ കീഴടങ്ങി. മുൻ DCC ജനറൽ സെക്രട്ടറിയും ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ജോർജിന്റെ പേരിൽ പോക്സോ, ബലാത്സംഗം, ആദിവാസി പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. ഒളിവിലായിരുന്ന ജോർജ് മാനന്തവാടി DYSPക്ക് മുന്നിലാണ് കീഴടങ്ങിയത്. പണിയ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ജോർജ് ബലപ്രയോഗത്തിലൂടെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. ഇയാൾ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കിടപ്പുമുറിയിലും കാപ്പിത്തോട്ടത്തിലും ലൈംഗികമായി പീഡിപ്പിച്ചതായും പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈന് പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തായത്. കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ 2ആയി വലിച്ചുകീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു ഭാഗം ഡൽഹിയിലേക്കും അയക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ വിവാദ പരാമർശം. തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് സ്റ്റേഷന് മുൻപിൽ തടിച്ചുകൂടിയവർ കൂക്കി വിളിച്ചു. രാവിലെ 9 മണിയോടെയാണ് അഭിഭാഷകനൊപ്പം കൊല്ലം തുളസി ചവറ CI ചന്ദ്രദാസിന് മുന്നിൽ ഹാജരായത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി നീണ്ടകര ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്റ്റുഡിയോയിൽ കൊല്ലം തുളസിയുടെ ശബ്ദരേഖ റെക്കോർഡ് ചെയ്യുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയ കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള നയിച്ച ശബരിമല സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകാനായി ചവറയിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് കൊല്ലം തുളസി സ്ത്രീ സമൂഹ അപമാനകരമായ രീതിയിൽ പ്രസംഗം നടത്തിയത്. ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ 2ആയി വലിച്ചു കീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു ഭാഗം ഡൽഹിയിലേക്കും അയക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ പരാമർശം. കൊല്ലം തുളസിക്കെതിരെ DYFI ചവറ ബ്ലോക്ക് കമ്മിറ്റിയാണ് പോലീസിൽ പരാതി നൽകിയത്. കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി എത്രയും വേഗം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വിപുലീകരിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സമിതി വിപുലീകരിക്കുന്നത്. പുതുതായി ക്ഷണം സ്വീകരിച്ചെത്തിയ ഇസ്ലാം ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ വിപുലീകരണ യോഗമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്നത്. മാർച്ച് 10 മുതൽ 15 വരെ സംസ്ഥാനത്ത് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുവാനും ഇനിയും സമിതിയിലേക്ക് വരണമെന്നുള്ളവരെ സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്നും നിലനിൽക്കണമെന്നും രാഷ്ട്രീയം മുന്നിൽ കണ്ടല്ല നവോത്ഥാന മൂല്യം സംരക്ഷിക്കാനാണ് സമിതി നിലനിൽക്കുന്നതെന്നും സമിതി ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംഘടനകൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി പാരമ്പര്യമുള്ള പ്രഗത്ഭരായ ഹിന്ദുക്ക വിഭാഗത്തിൽപ്പെടാത്ത പലരും ഇന്നത്തില്ല എന്നൊരു ആക്ഷേപം പൊതുമധ്യത്തിലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദര സമുദായങ്ങളുമായി, സമുദായ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്ത് മുസ്ലിം സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും പ്രഗത്ഭരായ മതപണ്ഡിതന്മാരും ബിഷപ്പ് തിരുമേനിമാരും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മ ഇന്നുണ്ടായി. നവകേരളം നവോത്ഥാന മൂല്യങ്ങളിൽ ഉൾപ്പെടുത്തി എന്നതാണ് സമിതിയുടെ മുദ്രാവാക്യം. ഇതിനായി സർക്കാരിനൊപ്പം നിൽക്കും. ഈ മാസം 11-ന് വീണ്ടും യോഗം ചേരുമെന്നും സമിതി കൺവീനർ പുന്നല ശ്രീകുമാർ അറിയിച്ചു. ഇതിനൊരു രാഷ്ട്രീയ മാനം കാണേണ്ടതില്ല. കാരണം ഞങ്ങൾ കുറെ നാളുകളായി നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണിത്. ആ ഘട്ടത്തിലൊരു തെരഞ്ഞെടുപ്പ് വന്നതേ ഉള്ളൂ. അതിന് വേറൊരു പരിവേഷം കാണേണ്ട കാര്യമില്ല. നിലവിലെ 9-അംഗ സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുതിയതായി എത്തിയവരെ കൂടി പരിഗണിച്ച് വിപുലീകരിക്കുന്ന കാര്യം 11-ന് ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രിയുടെ വിശദീകരണം തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം വിശദീകരണം പരിശോധിക്കുമെന്നും പത്മകുമാർ വ്യക്തമാക്കി. അതെ, മാധ്യമങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹവും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാൻ കണ്ടിട്ടില്ല. അത് കമ്മീഷണറുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ അതിൻ്റെ റിപ്പോർട്ടൂടെ വെച്ചിട്ട് അദ്ദേഹം ബോർഡിന് തരണം. ബോർഡിന് തന്നു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോർഡ് ചർച്ച ചെയ്യും. പ്രത്യേക സാഹചര്യത്തിലാണ് ശുദ്ധിക്രിയ നടത്തുന്നതെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അതേ നമ്മൾ പറഞ്ഞുള്ളൂ, അതേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞെന്താന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പറയാം. ശബരിമല ദർശനത്തിന് പോയതിന്റെ പേരിൽ കനകദുർഗയെ ഭർത്തൃവീട്ടിൽ നിന്ന് തടയരുതെന്ന് കോടതി. പുലാമന്തോൾ ഗ്രാമന്യായ നിലയമാണ് വിധി പറഞ്ഞത്. അടുത്ത മാസം 31-ന് കേസ് വീണ്ടും പരിഗണിക്കും. ശബരിമല ദർശനത്തിന്റെ പേരിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ ഭർത്തൃവീട്ടിൽ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് കനകദുർഗ കോടതിയെ സമീപിക്കുകയായിരുന്നു. പുലാമന്തോൾ ഗ്രാമന്യായ നിലയമാണ് വിധി പറഞ്ഞത്. വീട്ടിൽ പ്രവേശിക്കുന്നത് തടയരുതെന്ന് നിർദ്ദേശിച്ച കോടതി വീട് വിൽക്കുകയോ വാടകയ്ക്ക് നൽകുകയോ ചെയ്യരുതെന്നും ഉത്തരവിട്ടു. കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് കോടതി പിന്നീട് വിധി പറയും. കുട്ടികളെ കാണുന്നതിനും പരിചരിക്കുന്നതിനും തടസ്സം നിൽക്കരുത്. വീട്ടിലെ വൈദ്യുതി കണക്ഷൻ, കിണർ, മോട്ടോർ, പൈപ്പുകൾ എന്നിവ വിച്ഛേദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. കനകദുർഗയുടെ ബന്ധുക്കളുടെ സന്ദർശനം ഭർത്തൃവീട്ടുകാർ തടയാൻ പാടില്ല. കേസ് അടുത്ത മാസം 31-ന് വീണ്ടും പരിഗണിക്കും. വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശ്രയ കേന്ദ്രത്തിലാണ് കനകദുർഗ താമസിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ശബരിമല വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളെ എതിർത്ത് സുപ്രീംകോടതിയിൽ ഹർജി. പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കരുതെന്നാണ് ഈ ഹർജിയിലെ ആവശ്യം. ബിന്ദു, കനകദുർഗ, രേഷ്മ, ഷനില എന്നിവരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത്. പുനഃപരിശോധനാ ഹർജികളിൽ കക്ഷി ചേർക്കണം. ഈ മാസം നട തുറക്കുമ്പോൾ ദർശനം നടത്താൻ സൌകര്യം വേണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം കേൾക്കണമെന്ന് അഭിഭാഷകൻ പി വി ദിനേശ് ആവശ്യപ്പെട്ടു. സ്ത്രീ പ്രവേശനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗീനാകുമാരി, വർഷ എന്നിവരായിരുന്നു ഹർജി നൽകിയത്. നാളെ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഉണ്ടാകണമെന്ന് കോടതി പി വി ദിനേശിന് നിർദ്ദേശം നൽകി. കേരളത്തിൽ ബിജെപിയുടെ തോൽവി സംബന്ധിച്ച് ഒ രാജഗോപാൽ MLA ബിജെപി ഇതുവരെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലെന്നും അടുത്തൊന്നും വരാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കേരള ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു ഒ രാജഗോപാലിന്റെ പ്രസ്താവന. ബിജെപി അല്ല ഭരിക്കുന്നത്, ഭരിച്ചിട്ടുമില്ല, അടുത്തൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. പരിസ്ഥിതിക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ദോഷകരമാകാത്ത രീതിയിൽ ഖനനം നടത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. ഖനനം കൊണ്ടാണ് തീരശോഷണം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ആലപ്പാട്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സമരക്കാരെ മന്ത്രി കുറ്റപ്പെടുത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ആലപ്പാട് പഞ്ചായത്തിൽ 500 മീറ്ററിൽ മാത്രമാണ് കടൽഭിത്തി ഇല്ലാത്തതും IRAയുടെ സീ വാഷിംഗ് നടന്നതും. 16.5 കിലോമീറ്ററിലും ശക്തമായ കടൽഭിത്തിയുണ്ട്. തീരശോഷണത്തിന് കാരണം കരിമണൽ ഖനനമല്ല, മറിച്ച് അണക്കെട്ടുകളാണെന്നും വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ PT തോമസിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി വ്യക്തമാക്കി. ഖനനം മത്സ്യസമ്പത്തിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് പ്രശ്നം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആലപ്പാട് പ്രദേശത്തിലെ ജനങ്ങൾക്കുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ പരിശോധിച്ച് അവയ്ക്ക് പരിഹാരം കാണാം എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യത്തിനെതിരാണ് സമരമെന്നും ചിലരെ ഉപയോഗിച്ച് കരിമണൽ രാത്രിയിൽ ശേഖരിച്ചു കടത്തുന്നതായും മന്ത്രി പറഞ്ഞു. ഇത് തടഞ്ഞാൽ തന്നെ സമരം അവസാനിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. അതേസമയം സമരക്കാരെ കുറ്റപ്പെടുത്തിയ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ചും സമരക്കാരെ കുറ്റപ്പെടുത്തിയ മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചും പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ CBIക്ക് മുന്നിൽ ഹാജരാകണമെന്ന സുപ്രീംകോടതി വിധി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും BJPക്കും ഒരുപോലെ തിരിച്ചടിയാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി.
അഴിമതി നിറഞ്ഞതാണ് രണ്ട് പാർട്ടികളും. ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ ചോദ്യം ചെയ്യണമെന്നും പ്രതികളുടെ സ്വത്ത് കണ്ടുകിട്ടണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. അന്വേഷണത്തിനായി 5 വർഷം എന്തിനാണ് ബിജെപി കാത്തിരുന്നത്? ഇക്കാലയളവിൽ അഴിമതിയിൽ ഉൾപ്പെട്ട പല പ്രമുഖ നേതാക്കളും ബിജെപിയിലേക്ക് ചേക്കേറുകയും ചെയ്തു. തട്ടിപ്പിന്റെ ലാഭം ബിജെപിയും തൃണമൂലും പങ്കിട്ടുവെന്നത് ഇതിലൂടെ വ്യക്തമാണെന്നും യെച്ചൂരി വ്യക്തമാക്കി. വയൽ നികത്തി റോഡ് നിർമ്മിച്ചെന്ന കേസിൽ തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹൈക്കോടതിയിലെ ഹർജികൾ തോമസ് ചാണ്ടി എംഎൽഎ പിൻവലിച്ചു. ഹർജികൾ പിൻവലിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് ചാണ്ടിയും കുടുംബവും സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. തോമസ് ചാണ്ടി, ഭാര്യ, മക്കൾ, വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരാണ് ഹർജികൾ പിൻവലിക്കാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജികളിൽ വിധി പറയാനിരിക്കെയാണ് പിൻവലിക്കാൻ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. കോടതിയുടെ സമയം പാഴാക്കിയതിന് തോമസ് ചാണ്ടി ഉൾപ്പെടെയുള്ള ഹർജിക്കാർ 25,000 രൂപ വീതം പിഴയൊടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. എംപാനൽ ജീവനക്കാരുടെ സമരം തുടരും. എംപാനൽ ജീവനക്കാരും ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. സർക്കാരിന്റേത് അനുഭാവപൂർവമായ നിലപാടെന്നും സമരസമിതി. കൂടുതൽ വിവരങ്ങളുമായി റിനു ചേരുന്നുണ്ട്. റിനു, എംപാനൽ ജീവനക്കാർ സമരം തുടരുമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. അവന്തിക, എംപാനൽ ജീവനക്കാർ തുടർന്നു വരുന്ന സമരം വീണ്ടും മുന്നോട്ട് പോകും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എംപാനൽ കൂട്ടായ്മ തീരുമാനത്തിലെത്തിയിരിക്കുന്നതെന്നാണ് ഇന്ന് 2 മണിക്കൂറോളം വൈകുന്നേരം ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനുമായി ഇവർ ചർച്ച നടത്തി. എംപാനൽ കൂട്ടായ്മ ചർച്ച നടത്തി. എന്നാൽ ചർച്ച പരാജയമല്ലെന്ന് ഇവർ ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. കൃത്യമായി തന്നെ ഈ പ്രശ്നം നിയമപരമായി പരിഹരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് മന്ത്രി നൽകി എന്നുള്ള ഒരു പ്രതികരണമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലേക്ക് ഈ പ്രശ്നത്തെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ പറഞ്ഞത്. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇവർക്ക് തൊഴിലില്ലാതെ വീടുകളിലേക്ക് തിരിച്ചു മടങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇവർ നൽകിയത്. മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, കൃത്യമായി തന്നെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞോ എന്നുള്ളത്. പക്ഷേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒരു കാരണവശാലും തങ്ങളെ കൈവിടില്ല എന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. എന്തായാലും സർക്കാർ ഒപ്പമുണ്ടെന്നും ഈ പ്രശ്നം അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്നും ഉറപ്പു നൽകിയതായി ഇവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശരി റിനോ, എംപാനൽ ജീവനക്കാരുടെ സമരം തുടരും. എംപാനൽ ജീവനക്കാരും ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സർക്കാർ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എംപാനൽ ജീവനക്കാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. റിനുവാണ് വിവരങ്ങൾ നൽകിയത്. കായിക വാർത്തകൾ. ഹാപ്പി സ്പോർട്സ് ന്യൂസ് ബ്രോട്ട് യു ബൈ ഹാപ്പി. Happy keeps everybody happy. പൊതുസമൂഹത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ എന്ന ചർച്ചകൾ നടക്കുമ്പോൾ വേറിട്ട മാതൃകയുമായി പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്ത്. അന്യമായി നിൽക്കുന്ന നാട്ടിൻപുറങ്ങളിലെ കളിക്കളങ്ങളടക്കം പെൺകുട്ടികൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പൂക്കോട്ടുകാവുകാർ പറയുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അണിനിരന്ന മിക്സഡ് ഫുട്ബോളിലൂടെ സാമൂഹിക നീതിയുടെ വലിയ സന്ദേശമാണ് അവർ കൈമാറുന്നത്. മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല സ്ത്രീകൾ. മിക്സഡ് ഫുട്ബോൾ എന്ന ആശയത്തിലൂടെ അതാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ആൺകുട്ടികൾക്കൊപ്പം പൊതുയിടങ്ങൾ പെൺകുട്ടികൾക്ക് കൂടിയുള്ളതാണെന്ന് മിക്സഡ് ഫുട്ബോളിലൂടെ തെളിയിച്ചു. 11 ടീമുകൾ. സെവൻസ് ഫുട്ബോളിൽ ആൺകുട്ടികൾക്കൊപ്പം 3-4 പെൺകുട്ടികൾ ഓരോ ടീമിലും അണിനിരന്നു. ആവേശം ഒട്ടും ചോരാതെ അവർ ഒരുമിച്ച് പന്തു തട്ടി. സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് പൊതുയിടങ്ങളെന്ന സന്ദേശത്തിന്റെ ഭാഗമായാണ് മിക്സഡ് ഫുട്ബോൾ സംഘടിപ്പിച്ചതെന്ന് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവൻ പറഞ്ഞു. ആശയം വരാനുള്ള കാരണം നമുക്കറിയാം, പെൺകുട്ടികൾ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ കേരളത്തിൽ കളിക്കുന്നത് നമ്മൾ കാണുന്നില്ല. പെൺകുട്ടികളുടെ കളിക്കളങ്ങളില്ല. 100 കണക്കിന് ക്ലബ്ബുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഒരു ക്ലബ്ബിലും നമ്മൾ പെൺകുട്ടികളെ കാണുന്നില്ല. അതെല്ലാം ആൺകുട്ടികളുടേതാണ് അല്ലെങ്കിൽ പുരുഷൻ്റേതാണ് എന്ന ഒരു പൊതുബോധം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതൊരു ജെൻഡർ ഇഷ്യൂ എന്നുള്ള നിലയ്ക്കാണ് കണ്ടിട്ടുള്ളത്. മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അബ്ദുൽ ഹക്കീമാണ് ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്തത്. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് മുന്നോട്ട് വെച്ച പുതിയ ആശയത്തിന് പിന്തുണയുമായി 100 കണക്കിന് ഫുട്ബോൾ പ്രേമികൾ മത്സരം വീക്ഷിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനുമെത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.